ഇന്നത്തെ സ്പെഷ്യൽ വിഭവം ചിക്കനും മഷ്റൂമും ബെഷമൽ സോസും ക്രീമും ചേർത്ത ചിക്കൻ ഫ്രിക്കാസിയാണ്. നമ്മുടെ വീടിനടുത്തുള്ള തൈക്കൂട്ടം തൂക്കുപാലമാണ്. 2018 പ്രളയത്തിൽ തകർന്ന പാലമാണ്. മീനുട്ടി, 2017 ന്യൂ ഇയറിന് അച്ഛൻ ഈ പാലത്തിന്റെ മേളിൽ നിന്ന് പുഴയിലേക്ക് ചാടി നീന്തി കരയിലേക്ക് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ അങ്ങോട്ട് ഉറക്കായിട്ട് വിളിച്ചപ്പോ ആൾക്കാരുടെ കയ്യടി അങ്ങോട്ട് കേൾക്കണമായിരുന്നു. അച്ഛനെ ഓർമ്മ പുതുക്കാൻ പാലത്തിന്റെ മുകളിലോട്ടൊന്ന് പോവാണ്. മീനുട്ടി വരണണ്ട. പ്രളയം കഴിഞ്ഞിട്ട് 3 വർഷം തികഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ പാലത്തിന്റെ ശോകാവസ്ഥ ഇന്നും തുടരുന്നു. ഈ പാലത്തിന്റെ പുനർനിർമ്മാണം സർക്കാർ ഏറ്റെടുത്തെന്ന് പറയുന്നു. ഇതുവരെ ഒന്നും ചെയ്തു കണ്ടില്ല. ഈ കാഴ്ച അവരിലേക്ക് എത്തുവാണെങ്കിൽ ഈ പാലത്തിനൊരു ശാപമോക്ഷവും നാട്ടുകാർക്കത് സന്തോഷവും പകരും. ഇളം കാറ്റേറ്റ് ഈ സുന്ദര കാഴ്ചകൾ കാണാൻ നാട്ടുകാർ കാത്തിരിക്കുകയാണ്. ദാ വരണു. നിന്റെ നാവിനൊന്ന് റെസ്റ്റ് കൊടുക്കും മീനു. ഒന്നടങ്ങ് മീനു. തൈക്കൂട്ടം തൂക്കുപാല കാഴ്ചകൾക്ക് വിട. നമ്മുടെ സ്പെഷ്യൽ വിഭവം ചിക്കൻ ഫ്രിക്കാസിയിലോട്ട് കടക്കാം. ചിക്കൻ ഫ്രിക്കാസിയുടെ ചേരുവകൾ നമ്മുടെ ശ്രീമതി അനു തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേരുവകളെല്ലാം വഴിയേ പറഞ്ഞു തരാം. ഇനിയും ചേരുവകൾ വരാനുണ്ട്. ഫ്രിക്കാസിയിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മഷ്റൂം ചേർക്കാറുണ്ട്. നമുക്ക് കിട്ടിയത് ഈ നാടൻ മഷ്റൂമാണ്. മഷ്റൂമിനെ കുരുകുരാന്നരിഞ്ഞെടുത്തിട്ടുണ്ട്. അമുലിന്റെ ഗാർലിക് ആൻഡ് ഹെയർ ബട്ടറാണ് നമ്മുടെ പാചകത്തിന് ഇന്ന് ഉപയോഗിക്കുന്നത്. ബെഷമൽ സോസ് ആണ് നമ്മൾ ഇനി ഉണ്ടാക്കുന്നത്. ചീനച്ചട്ടി ചൂടാക്കി ബട്ടറും മൈദയും ഒരേ അളവിൽ എടുത്ത് മിക്സ് ചെയ്യണം. ഇനി ചേർക്കേണ്ടത് പശുവിൻ പാലാണ്. പാല് ആവശ്യത്തിന് ചേർത്ത് ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കും. 1 ടീസ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ മൈദ. ഈ അളവിലാണ് എടുക്കേണ്ടത്. ഓവർ തിക്കുമല്ല, ഓവർ തിന്നുമല്ല. ഇതാണ് ബെഷമൽ സോസിന്റെ പരുവം. എല്ല് കളഞ്ഞെടുത്ത കോഴി പീസിനെ നന്നായി കഴുകി കുരുകുരാന്നരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് 30 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. 15 മിനിറ്റിന് ശേഷം ചീനച്ചട്ടി ചൂടാക്കി ബട്ടർ ചേർത്ത് മസിൽ പിടിച്ചിരിക്കുന്ന കോഴിനെയും ചേർത്തിളക്കാം. ചിക്കൻ ഈ പരുവത്തിലെത്തുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും പച്ച ക്യാപ്സിക്കവും ചേർത്ത് വീണ്ടും ഇളക്കാം. മീനുക്കുട്ടിയാണ് ഇളക്കുന്നതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. മഷ്റൂമും ക്യാപ്സിക്കവും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബെഷമൽ സോസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ബെഷമൽ സോസ് ചേർത്തതിന് ശേഷം അധിക നേരം കുക്ക് ചെയ്യാൻ പാടില്ല. ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. അമുൽ ബ്രാൻഡിന്റെ ഫ്രഷ് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്രഷ് ക്രീം നമ്മുടെ ടേസ്റ്റിനൊത്ത് ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ചിക്കൻ ഫ്രിക്കാസി റെഡിയായി. മസാലകൾ അധികം ചേർക്കാത്ത ഒരു വിഭവമാണ് ചിക്കൻ ഫ്രിക്കാസി. ഇത് ബെണ്ണാണ്. ഈ ബെണ്ണിന്റെ മുകൾ ഭാഗം ഇതേപോലെ ചെത്തി മാറ്റണം. ബെണ്ണിന്റെ ഉൾവശം ചെറിയ കുഴിയാക്കി മാറ്റി ഈ ബെണ്ണിനെ ദോശക്കല്ല് ചൂടാക്കി ബട്ടർ തേച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബെണ്ണ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചൂടൻ ചിക്കൻ ഫ്രിക്കാസിയെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സംഭവം സായിപ്പിന്റെ ഐറ്റം ആണെങ്കിലും നമ്മൾ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മളെ കൊതിച്ചിപ്പാറ് ടേസ്റ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ശ്രീകുട്ടന് ഇഷ്ടമായോ നോക്കാം. മീനുട്ടി, ശ്രീകുട്ടൻ നിന്നെ പോലല്ലട്ടാ. ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയൂ. ഞങ്ങൾ ഒരുക്കിയ ചിക്കൻ ഫ്രിക്കാസി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും നന്മകളും ഉണ്ടാവട്ടെ. മറ്റൊരു വിഭവ കാഴ്ചയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. Stay tuned. Bye bye. ഓണാക്കിയ ശബ്ദം കേട്ടില്ല നോക്കി.